ക്രേസി ഗാർഡനിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ മനോഹരമായ ഒരു ചെടി വീട്ടിലേക്കാണ് നിങ്ങളുടെ കാഴ്ചയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എൻ്റെ രണ്ട് സൈഡിൽ നിൽക്കുന്ന കൊഹീമിയ ചെടികളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം എത്ര രസകരമായിട്ടാണ് ഇവിടുത്തെ ചെടികൾ തലയാട്ടി നിൽക്കുന്നത് എന്ന്. ഇത് എറണാകുളം ജില്ലയിലെ അമ്പാടിമലയിലുള്ള ചെമ്പശ്ശേരിയിൽ പ്രകാശൻ സാറിൻ്റെയും മിൻചേച്ചിയുടെയും വീട്ടിലേക്കാണ് നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത്. നല്ല രസമുള്ള ചെടിക്കാഴ്ചകൾ ഇവിടെ നല്ല റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ചെടിക്കാഴ്ചകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത് മിനിച്ചേച്ചിയാണ്. അതുപോലെ മിനിച്ചേച്ചിയുടെ ഹസ്ബൻഡായ പ്രകാശൻ സാറും ഒപ്പം ഉണ്ട്. നല്ല രസമുള്ള ഈ ചെടിക്കാഴ്ചകളും അതുപോലെ തന്നെ ഈ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇലച്ചെടികളും ഒരുപാടുണ്ട്. അവയുടെ പരിചരണവും അതുപോലെ തന്നെ വളപ്രയോഗങ്ങളും എല്ലാം തന്നെ നമുക്ക് ചേച്ചിയോട് നേരിട്ട് ചോദിച്ചറിയാം. ഈ ചെടികളുടെ എല്ലാം ഉടമയായ മിൻചേച്ചിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. മിൻചേച്ചി, ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ തന്നെ ഈ രണ്ട് ചെടികളെ നമ്മളെ സ്വീകരിക്കാനായിട്ട് നിൽക്കണം അല്ലേ? അപ്പൊ ഇതാണ് ഗോൾഡൻ കാസ്കേഡ്. ഇതിന്റെ പൂക്കളൊക്കെ എങ്ങനെയാ? ഇതിന്റെ പൂക്കള് കുറെ നാള് നിൽക്കും. ഇത് മൂന്നാല് മാസം നിൽക്കും. മഴയാണെങ്കിലും പോകാറില്ല. ഇത് രണ്ടും അങ്ങനെ തന്നെയാണ്. രണ്ടും അങ്ങനെ അങ്ങനെ നല്ല ഭംഗിയാണ്. 3 മാസമൊക്കെ നിൽക്കും. 3-4 മാസമൊക്കെ എന്തായാലും കിട്ടും. മഴയൊന്നും പെയ്യുന്നില്ലെങ്കിൽ കിട്ടും. അത്ര നാള് കിട്ടും. എങ്ങനെയാണ് ഈ ചെടികളോടുള്ള ഇഷ്ടം തുടങ്ങിയത്? കാരണം അത് വീട്ടിലെ അമ്മയ്ക്കും അച്ഛനും ഭയങ്കര ക്രേസാണ് ചെടിയോട് ഉണ്ടായിരുന്നു. അപ്പൊ അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കിട്ടിയതായിരിക്കും. പിന്നെ ബോംബെയിലായിരുന്നെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് പോകുമ്പോ ചെടി കൊണ്ടുപോകുമായിരുന്നു. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ ആദ്യം ഞങ്ങൾ ഫ്ലാറ്റിലായിരുന്നു തൃപ്പൂണിത്തറ. പക്ഷെ അവിടെ അങ്ങനെ ചെടികളൊന്നും അധികം എന്നാലും കുറച്ച് വെക്കുമായിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ചെടിയോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. അതെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെടികളൊക്കെ കൊടുക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ സ്ഥല പരിമിതി മൂലം കുറച്ച് ചെടികൾ വെക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ടൊക്കെ സാറും ചേച്ചിയാണ് ഈ വീട്ടിലുള്ളത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ. രണ്ടുപേരും കൂടി ഒന്നിച്ചാണ് നനയും. അണ്ണൻ എന്നെ ഹെൽപ്പ് ചെയ്യും. രണ്ടുപേരും കൂടി ഒന്നിച്ചാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ആദ്യം വെച്ചപ്പോൾ എനിക്ക് വലിയ കൗതുകമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്ന് ഇതിന്റെ ഭംഗി കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു ഒരു പ്രത്യേക ഇഷ്ടം. പിന്നെ ഒരു 4 മാസമൊക്കെ സുഖമായിട്ട് ഇത് നിൽക്കും. 4 മാസം സുഖമായിട്ട് നിൽക്കും. അപ്പൊ ഇപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചെടി. ഉണ്ടാകുമ്പോ ഇങ്ങനെ നിറച്ചുണ്ടാവും. ആദ്യം ഇങ്ങനെ മഞ്ഞ ആദ്യം
സത്യം പറഞ്ഞാൽ മറന്നുപോയി. ആദ്യം മഞ്ഞ വന്നിട്ട് പിന്നെ ഓറഞ്ച് ആവും. അത് പിന്നെ അങ്ങനെ തന്നെ നിൽക്കും, കുറെ നാള് നിൽക്കും. കമ്പുകൾ പിടിക്കില്ല. ഞാൻ ഇതിന്റെ കുരു ഇട്ടിട്ട് പിടിച്ചില്ല. പക്ഷെ തന്നെ 2-3 കിളുത്തു വന്ന്. പക്ഷെ അതും അങ്ങ് പിടിക്കുന്നില്ല. 3-4 ഇല വന്നു കഴിയുമ്പോൾ അത് കരിഞ്ഞങ്ങ് പോവുക. എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ ചൂടായിട്ടാണോന്ന് അറിയത്തില്ല. എന്തായാലും വളരെ അതെ 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 കാലം നിൽക്കും എന്നുള്ള ഒരു ഫ്ലവർ ഞങ്ങൾ അവിടെ മണ്ണൂത്തിന്ന് വാങ്ങിച്ചതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ ഇത് കണ്ട അതിന്റെ ഭംഗി കൊണ്ട് ഞങ്ങൾ മേടിച്ചു. അവിടെ ഇതിങ്ങനെ അവരിങ്ങനെ ഈ സ്റ്റാൻഡ് ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിരിക്കുക. ഇതും അങ്ങനെ ഇതിലും രസം അത് കിടക്കണ കാണാം. പക്ഷെ നമുക്കിവിടെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഇടാൻ പറ്റത്തില്ല. അതാണ്. ചെടികളുടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയാണ്? ഇതൊക്കെ ഇങ്ങനെ റൗണ്ടിലൊക്കെ ഇല്ല, ആദ്യം എനിക്ക് ഒരു ഗാർഡൻ വന്ന് ചെയ്തു തരുമായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി വലിയ ഇതൊന്നും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ കണ്ട് ഇപ്പൊ ഞാൻ തന്നെ വെട്ടി എല്ലാം ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആദ്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ എല്ലാം തന്നെയായിരുന്നു. ധാരാളം ഓർക്കിഡ് പുഷ്പങ്ങളൊക്കെ വിടർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ പലരും പറയാറുണ്ട് ഓർക്കിഡുകളെയൊക്കെ നമ്മൾ കെയറിങ് കൂടുതൽ വേണം എന്നൊക്കെ. എങ്ങനെയാണ് ചേച്ചി ഇവിടെ? ഓർക്കിഡിന് കെയർ വേണം. നമ്മൾ പിള്ളേരെ നോക്കുന്ന പോലെ നോക്കണം, എന്നാലേ പൂ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ഞാൻ കൂടുതൽ ഇതിന് ജൈവവളമാണ് കൊടുക്കുന്നത്. അതായത് ഈ കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും പിന്നെ എല്ലുപൊടി ഇത് കഞ്ഞിവെള്ളത്തിൽ ഒരു 4-5 ദിവസം പുളിപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ശകലം ശർക്കരയും കൂടി ചേർക്കും. അപ്പം മണമൊന്നും വരത്തില്ല. എന്നിട്ട് പിന്നെ ഒരു 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്യാണ് പതിവ്. പിന്നെ രണ്ടാമത് കൊടുക്കുന്നത് ശീമക്കൊന്ന ഇല ഉണ്ടല്ലോ, അത് മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ഇതുപോലെ തന്നെ കൂടുതൽ വെള്ളം ചേർത്ത് അരിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. പിന്നെ കറ്റാറ് വാഴ അത് ഇതുപോലെ സെയിം മെത്തേഡ് തന്നെ അങ്ങനെ തന്നെ ചെയ്യും. പിന്നെ ഫിഷ് അമിനോ ആസിഡ് അത് ഞാൻ തന്നെ ഉണ്ടാക്കി എടുക്കുന്നതാണ്. അത് 1 കിലോ ശർക്കര 1 കിലോ മത്തി ചെറുതായിട്ട് അരിഞ്ഞിട്ട് രണ്ടും കൂടി ഇങ്ങനെ ഓരോ ലെയർ ഇട്ടിട്ട് ഒരു മാസം അതിന്റെ ഇടയ്ക്കൊന്ന് കുലുക്കി കൊടുക്കണം. എന്നിട്ട് ഒരു എന്ത് ബോട്ടിലാണ് ഇടുന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസിന്റെ ബോട്ടിൽ വെക്കാമെങ്കിൽ ബെറ്റർ. പക്ഷെ എനിക്കത് അങ്ങനെ കിട്ടാറില്ല കൂടുതൽ വെക്കുന്നത് കൊണ്ട്. അപ്പൊ ഞാൻ പ്ലാസ്റ്റിക്കിന്റെ വലിയ ജാറിന്റെ അകത്താക്കിയിട്ട് വെച്ചിട്ട് ഒരു ചിലപ്പോൾ 35 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അത് അരിച്ചിട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചീത്തയൊന്നുമില്ല. എത്ര ഒരു 3 മാസമൊക്കെ സുഖമായിട്ടിരിക്കും. അത് കഴിഞ്ഞ് അത് ഇതുപോലെ തന്നെ വെള്ളം ഒരു 5 ml മതി 1 ലിറ്ററിന്. എന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് നല്ലതാണ്. പിന്നെ ഗ്രീൻ കെയറിന്റെ ഈ വളർച്ചയ്ക്കുള്ളതും പൂവിനുള്ളതും ഞാൻ വല്ലപ്പോഴും ഇപ്പൊ കൊടുക്കാറുള്ളൂ. ആദ്യമൊക്കെ അത് തന്നെയായിരുന്നു. അറിയത്തില്ലായിരുന്നു, ഇതിനൊന്നും പറ്റിയൊന്നും അറിയില്ലായിരുന്നു. അപ്പൊ ഈ വീഡിയോ ഒക്കെ കണ്ടാണ്
ഇങ്ങനെ ഓരോന്ന് മാറി മാറി കൊടുക്കുന്നത്. മനസ്സിലാക്കി. എന്തായാലും നിറച്ച് പൂക്കളുണ്ട് അല്ലേ, വളർച്ച. പിന്നെ ഇപ്പൊ ഈ ചൂടായത് കാരണം കുറച്ച് കുറവാണ്. നമ്മുടെ മിനി ചേച്ചിക്ക് എപ്പോഴും കൂട്ടായിട്ടും തണലായിട്ടും ബാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്നത് പ്രകാശ സാറാണ്. സാറിന്റെ ഒരു ഫേവറേറ്റ് ചെടി കൂടി ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. സാറിന്റെ ഇഷ്ടപ്പെട്ട ഒരു ചെടി ഒന്ന് കാണിക്കാവോ? ഓർക്കിഡ് അല്ലേ? സാർ എന്തൊക്കെ ചെയ്യാറുണ്ട് ചെടികൾക്ക് വേണ്ടിയിട്ട്? ഇടയ്ക്കിടയ്ക്ക് നനച്ചൊക്കെ കൊടുക്കും. പിന്നെ ചെടികൾ വാങ്ങിക്കാൻ കൂടെ പോകും അല്ലേ? പിന്നെ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാലോ, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും. അപ്പൊ ഓർക്കിഡ് പുഷ്പമാണ് സാറിനും ഏറ്റവും ഇഷ്ടമുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അല്ലേ? ഒത്തിരി നാൾ നിൽക്കുകയും ചെയ്യും. ചെടികൾ മാത്രമല്ല പച്ചക്കറികളും ധാരാളം ഉണ്ട്. പച്ചക്കറികളൊക്കെ സ്വന്തം വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചേച്ചി സ്വയം ഉൽപ്പാദിപ്പിക്കുകയാണ്. അപ്പോൾ പച്ചക്കറികൾ ഏതൊക്കെയാണ് ചേച്ചി? പച്ചക്കറി മെയിനായിട്ട് ഇപ്പോൾ വെണ്ടയ്ക്കുണ്ട്, വഴുതനയുണ്ട്, പിന്നെ പയറുണ്ട്, ഫ്ലവർ, കോളിഫ്ലവറിന്റെ അതങ്ങ് പൂവായിട്ടില്ല. അതെ. പിന്നെ തക്കാളി,
പച്ചമുളക്, കാന്താരി എല്ലാം കുറേശ്ശെ ഉണ്ട്. ചീര എല്ലാം കുറേ. ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ. അത് ഞങ്ങളുടെ ആവശ്യത്തിനുള്ളത് കിട്ടാറുണ്ട്. പിന്നെ വെയിലിന്റെ അല്ലേ, വെയില് 2 നേരം വെള്ളം ഒഴിക്കണം. പക്ഷെ എന്നാലും ഭയങ്കര പാടാ. വെയിലത്ത് കഴിയുന്നതും വെക്കാതിരിക്കാൻ നല്ലതെന്ന് ഇപ്പൊ തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാ. ഇത് എന്നിട്ട് ഈ ഒരു കന്നാസുകൾ ഇങ്ങനെ മേടിച്ചിട്ട് കന്നാസ് ഞങ്ങളുടെ കമ്പനി ഉണ്ടല്ലോ, കമ്പനിയിൽ ഇത് എന്തുകൊണ്ടാണ് അടി വെച്ച് പെയിന്റ് എന്തോ ഒരു ഇത് കെമിക്കൽ എന്തോ കൊണ്ടുവരുന്ന. അപ്പൊ ഞാനിങ്ങനെ സാബുവിനോട് പറഞ്ഞിട്ട് അനിയനോട് പറഞ്ഞിട്ട് അപ്പൊ എനിക്കത് അവരെ കൊണ്ട് ശരിയാക്കി തന്നതാണ്. കട്ട് ചെയ്ത് ശരിയാക്കി. ഇതാകുമ്പോ നമുക്ക് സൗകര്യം. മറ്റേ ഞാൻ ഗ്രോ ബാഗിലായിരുന്നു വെക്കണത്. അപ്പൊ എന്നാ മണ്ണൊക്കെ താഴത്തൊക്കെ വീഴുമായിരുന്നു. ഇതിപ്പോ നല്ല നീറ്റായിട്ടിരിക്കും. അടിയിൽ ഹോൾ അവര് തന്നെ ഇട്ട് തരും. അവര് തന്നെ ഇട്ട് തരും. ഈ പച്ചക്കറിയുടെ ഒക്കെ ഈ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും മിൻചേച്ചി എനിക്ക് സമ്മാനിച്ചതാണ് കേട്ടോ, നിറച്ച് വഴുതനങ്ങകള്. അപ്പൊ ഇന്ന് വൈകുന്നേരം ഇതുകൊണ്ട് നമുക്കൊരു കറി ഉണ്ടാക്കാം. ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെടികളെ കാണുമ്പോഴുള്ള ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ് അല്ലേ. അപ്പോൾ എല്ലായിടത്തും പോയി നമുക്ക് ചെടികളെ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ മനസ്സിന് വല്ലാത്ത സന്തോഷം പ്രദാനം ചെയ്യും. അപ്പോൾ ഈ വീഡിയോയും ഒട്ടും മടുപ്പുളവാക്കാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. മിൻചേച്ചിയുടെയും പ്രകാശ സാറിൻ്റെയും ഈ സ്വർഗം നിങ്ങൾക്കും വളരെയധികം ഇഷ്ടമുള്ളതാകട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. അതുവരെ ടാറ്റാ.